ഈ വർഷത്തെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് കിട്ടി, അതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ PDF വേറൊരു ചെറിയ ഇതായിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നത്. പക്ഷെ അത് നമുക്ക് കിട്ടിയപ്പോൾ തന്നെ കുട്ടികളെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പെർഫെക്റ്റ് PDF ഫോർമാറ്റിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നല്ല ക്ലാരിറ്റിയുള്ള ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാം. ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോ കണ്ടന്റുകൾ എങ്ങനെയാണ്. ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഇപ്പൊ നമുക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങളെ ഒന്ന് അറിയിക്കാന്ന് വെച്ചാണ് ഞങ്ങൾ എത്തിയത്. ഈ ടെക്സ്റ്റ് ബുക്ക് എല്ലാം നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, ആദ്യം ജസ്റ്റ് ഗൂഗിളിൽ കയറുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിലേക്ക് പോവുക. നമ്മൾ ഗൂഗിളിലേക്ക് പോയി എന്നിട്ട് SSLC ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന് സെർച്ച് ചെയ്യുക. SSLC ന്യൂ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് ബുക്ക് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ecodon.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റ്. ഓക്കെ, ecodon.inലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴേക്കും നേരെ താഴേക്ക് പോകുക. ecodon.in എടുക്കുക, നേരെ താഴേക്ക് ഓരോ ടെക്സ്റ്റും കണ്ടോ, ഓരോ മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്റെ മാത്സിന്റെ ടെക്സ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആദ്യം നേരെ മാത്സിലോട്ടൊന്ന് പോവാം. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ആണ് എടുക്കുന്നത്. ജസ്റ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് നമുക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ മാത്സിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഈ വർഷമുള്ള വ്യത്യാസം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സാറേ അരിത്തമെറ്റിക് സീക്വൻസ്. എപ്പോഴായാലും നമുക്ക് അറിയാമല്ലോ, ഒരു 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങണം. 10ാം ക്ലാസ്സിൽ മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ എപ്പോഴാണ് സീക്വൻസ് ആയിരിക്കും. അപ്പം ഈ വർഷം വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇൻഡെക്സ് പേജ് ഒന്ന് കാണിച്ചു തരാം. ഇതേ നോക്കിയോ, ഇത്രയേ ഉള്ളൂ. നേരെ താഴോട്ട് വരുന്നു കണ്ടോ. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് 7 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതില് ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണികൾ. രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ വർഷം സർക്കിൾസ് ആയിരുന്നു, ഈ പ്രാവശ്യം സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നൊരു ചാപ്റ്റർ. സെയിം കണ്ടന്റിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ മൂന്നാമത്തെ ചാപ്റ്റർ വന്നേക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. കഴിഞ്ഞ വർഷം സെക്കൻഡ് ഡിഗ്രി മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് ആയിരുന്നു. ഈ പ്രാവശ്യം എന്തായിട്ട് മാറി, അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. പക്ഷേ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് 4ാം ചാപ്റ്റർ ആയിട്ട് വരുന്നു. 5 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, 6 ട്രിഗണോമെട്രി, 7 കോർഡിനേറ്റ്സ്. ഇത് കഴിഞ്ഞ വർഷത്തെ അതേ ഓർഡറിലാണ്. എനിക്ക് തോന്നുന്നത് 7 ടെക്സ്റ്റ് ബുക്ക് 7 ചാപ്റ്ററായി ഫസ്റ്റ് പാർട്ടിലായി. നേരത്തെ 6ാമത്തെ ചാപ്റ്റർ ആയിരുന്നു കോർഡിനേറ്റ്സ് എങ്കിൽ ഈ വർഷം അത് 7ാമത്തെ പാർട്ടായി. കാരണം 3ാമത്തെ ചാപ്റ്റർ ആയിട്ട് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ബാലൻസ് ആഡ് ആയിട്ടുണ്ട്, ഓൾജിബ്ര ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് എന്തൊക്കെയാണ് ഈ വർഷം പഠിക്കുന്നത് നോക്കും. ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇനി പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടോ, അരിത്തമെറ്റിക് സീക്വൻസ് വളരെ എളുപ്പമാണ്. എന്ത് വന്നാലും നമുക്ക് കുറച്ച് ഇക്വേഷൻസ്, സമ്മ് കാണാനുള്ള ഇക്വേഷൻസ്, എന്ത് ടൈം കാണാനുള്ള ഇക്വേഷൻസ്, ആ ഇക്വേഷനെ പറ്റി കൃത്യമായിട്ടൊരു ബോധ്യം കുട്ടിക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും 6-7 മാർക്കോളം ആ ചാപ്റ്റർ സ്കോർ ചെയ്യാൻ പറ്റുന്ന മുൻകാലങ്ങളിൽ പറ്റും. കഴിഞ്ഞ വർഷം 13 മാർക്ക് എന്തായിരുന്നു അതിന്റെ വെയിറ്റേജ് വന്നിരുന്നത്. ഈ പ്രാവശ്യം പറഞ്ഞത് വളരെ എളുപ്പമാണ് ഈ ചാപ്റ്റർ പഠിക്കാൻ. വളരെ കഴിഞ്ഞ വർഷത്തെ അതേ ചാപ്റ്റർ തന്നെ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ആണോ, ഫസ്റ്റ് ചാപ്റ്റർ. വലിയ മാറ്റങ്ങൾ ഈ വർഷം ഫസ്റ്റ് പാർട്ടിൽ മാത്സിന് വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക്. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ എവിടെ ഉണ്ട്. അതേപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പൊ ടെക്സ്റ്റ് വന്ന ശേഷം നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാം പറഞ്ഞില്ല, ആദ്യം തന്നെ നിങ്ങൾക്ക് ഫൗണ്ടേഷണൽ മാത്സ് തന്നുകൊണ്ട് ഈ വർഷത്തെ SSLCക്ക് നമ്മൾ കംപ്ലീറ്റ് ഫുൾ A+ എന്ന ലക്ഷ്യത്തോടെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. കഴിഞ്ഞ 9 ഇവർ എവിടെ കൊണ്ടാണ് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ മാത്സ് എവിടെ കൊണ്ടാണ് ഇവർ നിർത്തിയിരിക്കുന്നത്? എവിടെ കൊണ്ടാണ് ക്ലാസ് അല്ലെ ചാപ്റ്റേഴ്സ് നിന്നത്? സ്റ്റാറ്റ് ആയിരുന്നു. അപ്പൊ സ്റ്റാറ്റിൽ നിന്ന് സീക്വൻസിലേക്ക് വരണമെങ്കിൽ ഇടയ്ക്ക് ഒരു കണക്ഷൻ വേണം. ഒരു ബ്രിഡ്ജ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് സബ്ജക്റ്റ് ആയാലും, മാത്സ് ആയാലും ശരി, ഫിസിക്സ് ആയാലും ശരി, കെമിസ്ട്രി ആയാലും ശരി, ബയോളജി ആണെങ്കിലും ശരി, സോഷ്യൽ സയൻസ് ആണെങ്കിൽ ശരി, ഇംഗ്ലീഷ് ആണെങ്കിൽ ശരി, ഇതിൽ രണ്ടിനും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യങ്ങളിൽ വരുന്നത്. പിന്നീട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മൾ എത്തുന്നതുമായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയുക, മാത്സ് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത ടെക്സ്റ്റിലേക്ക് പോയാലോ? അടുത്ത് ഞാൻ പറയുന്നു സാർ, സോഷ്യൽ സയൻസ് 1. നമുക്കറിയാം കുട്ടികളുടെ പേടി എല്ലാവരും ഒരു പക്ഷേ മാത്സിനേക്കാളും പല കുട്ടികളും ഭയത്തോട് 9ാം ക്ലാസ്സിൽ കണ്ടത് സോഷ്യൽ സയൻസ് ആയിരുന്നു. വളരെ പേടിയായിരുന്നു കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ഒരുപാട് ചാപ്റ്റർ 2 ടെക്സ്റ്റ് ബുക്കിലായിട്ട്, ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ, ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലാണ് SS1, 2. ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ പൊതുവെ പറയുമെങ്കിൽ അതിൽ സിവിക്സ് വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, സോഷ്യോളജി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്. അപ്പൊ അതില് ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ഹ്യൂമനിസം ആണ് പഠിക്കുക. അതായത് നവോത്ഥാനത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ പക്ഷേ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലായിരുന്നു 9ാം ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതെങ്കിൽ ചോള രാജവംശത്തെ പറ്റിയും മധ്യകാല ഡൽഹിയെ പറ്റിയൊക്കെ പറഞ്ഞ ശേഷം നേരെ വരുന്നത് വേൾഡ് ജോഗ്രഫിയിലേക്കാണ്. കഴിഞ്ഞ വർഷം മുഴുവൻ ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ
പ്രാചീനകാല ഇന്ത്യയെ പറ്റി പഠിക്കും, അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയെ പറ്റി പഠിക്കും. ഇവിടെ നേരെ വരുന്നത് യൂറോപ്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററിയിലേക്കാണ്. ആദ്യം പഠിക്കുന്ന നവോത്ഥാനം, പിന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി എന്ന് പറയുന്ന മുമ്പ് പഠിക്കാനുള്ള തന്നെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഭാഗം. പിന്നീട് സോഷ്യൽ അനാലിസിസ് ആൻഡ് ത്രൂ ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, അത് കൃത്യ സോഷ്യോളജിയുടെ പോർഷനാണ്. അതായത് +1 സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വെൽത്ത് ആൻഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തെ പറ്റി, 1ാം ലോക മഹായുദ്ധത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇൻ ദ ഡെമോക്രസി, അത് പൊളിറ്റിക്സിലെ കുറച്ച് പോർഷൻസുമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇങ്ങനെയാണ് ടെസ്റ്റ് ഒക്കെ വരുന്നത്. സാറ് അതിൽ താഴോട്ടൊന്ന് കൊണ്ടുവരും. താഴോട്ട് കൊണ്ടുവരുമ്പം ഇതൊക്കെ മുൻകാലം, ഇതൊക്കെ ഇടയ്ക്ക് ഈ നവോത്ഥാന പോർഷനൊക്കെ ഇന്ന് ഇല്ലായിരുന്നു. വീണ്ടും നവോത്ഥാനം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിപ്ലവം നമുക്ക് ഒരുപാട് വിപ്ലവം കഴിഞ്ഞ പ്രശ്നങ്ങളിൽ പഠിക്കാനുണ്ട്. ഇപ്പം പ്രധാനമായിട്ട് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് 2ാമത്തെ ചാപ്റ്ററിൽ. പിന്നെ 3ാമത്തെ ചാപ്റ്റർ സോഷ്യോളജി പണ്ട് ഏറ്റവും ലാസ്റ്റ് വാട്ട് സോഷ്യോളജി എന്നാണ് പഠിക്കാനുള്ളത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ എടുക്കാക്കല്ലൊന്നും അല്ല, കഴിഞ്ഞ വർഷമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഡെപ്ത് ഉണ്ട്. കൃത്യമായി നമ്മൾ പഠിക്കണം. ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാനുള്ളത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പറ്റിയും ലൂയിസ് 14 പറ്റിയും എല്ലാ, ക്ലർജി എന്താണ്, നോബൽ ക്ലാസ് എന്താണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാനുണ്ട്. അത് എനിക്ക് തോന്നുന്നു 9 CBSE പുസ്തകമായിട്ട് വളരെയധികം ഒരു സാദൃശ്യം എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടികളെ കൊണ്ട് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ടെന്നീസ് കോർട്ട് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ടെന്നീസ് കോർട്ട് ഓർത്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോക്സിനൊക്കെ മാത്രം. ഇത് വളരെ ഡീറ്റെയിൽ ആണ്, മുമ്പാണ് പഠിക്കാൻ. ഇത് കൃത്യം പറയുവാണ് എങ്കിൽ നമ്മുടെ 9th CBSE ഫസ്റ്റ് ചാപ്റ്റർ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റീജിയൻ ഓഫ് ടെറർ, അതൊക്കെ കൃത്യം അവിടെ ആ ഒരു ഹെഡിങ് ആയിരുന്നു. അപ്പം അത് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കഴിഞ്ഞ വർഷം ചൈനീസ് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ, 5 or 6 റെവല്യൂഷനോട് ഒപ്പം തന്നെയാണ് ഈ റെവല്യൂഷൻ കൂടെ പഠിക്കാനുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഫ്രഞ്ച് റെവല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. അത് സ്കോർ നല്ല വെയിറ്റേജ് കിട്ടുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ വരുന്നത്. കുട്ടികൾക്ക് അങ്ങനെ താരതമ്യേന എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. പിന്നെ നമുക്കറിയാലോ 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു പോർഷനാണ്. 1ാം ലോക മഹായുദ്ധം 2ാം ലോക മഹായുദ്ധം പഠിക്കാത്ത ഒരു പണ്ട് മുതലേ ഉള്ള ഒരു കീഴ്വഴക്കം അത്. അപ്പം ആ ഒരു കീഴ്വഴക്കം ഇപ്പോഴും അവര് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. സോഷ്യോളജി പോലുള്ള സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഇവര് നല്ല രീതിയിൽ വളരെ ഡെപ്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പുസ്തകത്തില്. നല്ല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ് അത്, ഒരു രക്ഷയില്ലാത്ത ടെക്സ്റ്റ് ബുക്കാണ്. പഠിപ്പിക്കാൻ ഒരുപാടുണ്ട്, പഠിപ്പിക്കാനും കുട്ടികൾക്ക് പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ സോഷ്യലിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ സോഷ്യലായാലും മാത്സിലും 80 മാർക്കിന്റെ പരീക്ഷ, 80 മാർക്കിന്റെ എക്സാമിന് നിങ്ങൾക്ക് 72 മാർക്ക് മേടിച്ചാൽ മാത്രമേ A+ലേക്ക് എത്തത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു 8ാം ക്ലാസ്സിലൊക്കെ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്, കുട്ടികളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പേപ്പർ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കി. അതായത് 3 ലക്ഷം കുട്ടികൾ എക്സാം എഴുതിയതിൽ 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ തോക്കണമെങ്കിൽ 8ാം ക്ലാസ്സിൽ പേപ്പർ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കി. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന്റെ 2ാമത്തെ പരീക്ഷ, എനിക്ക് തോന്നുന്നു ഈ പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് വരില്ലായിരിക്കും. അടുത്ത പരീക്ഷ, അതായത് ഇപ്പോഴത്തെ 8ാം ക്ലാസ്സിൽ 9, 9ാം ക്ലാസ് വരെ 10ലാവുമ്പം മിനിമം മാർക്ക് എന്തായാലും 10ാം ക്ലാസ് വരും. അതിനു മുമ്പ് എന്തെങ്കിലും മാറ്റങ്ങൾ ഒരുപക്ഷെ പുസ്തകത്തോടൊപ്പം പരീക്ഷാ രീതിയിലും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ മക്കളെ പെട്ടെന്ന് 8ന്റെ പണി എന്ന് പറഞ്ഞാൽ 8ന്റെ പണി എനിക്കൊന്നും പറയാനില്ല. അവിടെ നല്ല 8ന്റെ പണി തന്നെ ആയിരിക്കും. അത് വെറുതെ പറയുമല്ല, പുസ്തകങ്ങളുടെ ആധികാരികത വെച്ച് പറയാണ്, പുസ്തകങ്ങളുടെ ഡെപ്ത് വെച്ച് പറയാണ്, കണ്ടന്റ് നോളജിന്റെ ഡെപ്ത് വെച്ച് പറയാണ്. എത്രമാത്രം കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ അതാണ് പറഞ്ഞത്. ഇനി സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാണോ? ഒന്നുകൂടി ഉണ്ട്. മിനിമം ഒരു 10-18ഓളം ചാപ്റ്റേഴ്സ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തന്നെ 5 ചാപ്റ്റേഴ്സോളം പാർട്ട് 1 ടെസ്റ്റിലുണ്ട്. ഇമ്പീരിയലിസം, കൊളോണിയലിസം, ഫസ്റ്റ് വേൾഡ് വാർ, അങ്ങനെ അത് മുൻപ് കാല പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നാസിസവും ഫാസിസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, നാറ്റോ സീറ്റോ, അതെല്ലാം കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, അത് ഒരു 4-5 മാർക്കിന്റെ ഒക്കെ ഒരു വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കാം. അപ്പോൾ പുസ്തകങ്ങൾ മാറി എന്ന് പറയുമ്പം അവിടെ ഡെപ്ത്, അതിൽ കൈകാര്യം ചെയ്യുന്ന നോളജ്, കാര്യങ്ങളെല്ലാം അതിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്.
സാറേ സോഷ്യൽ സയൻസ് 2 നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ സയൻസ് 2 SS പാർട്ട് 2 അത് വളരെ വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫിയുടെ വലിയൊരു ഭാഗം വെതർ ആൻഡ് ക്ലൈമറ്റ്. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു, വെതറും ക്ലൈമറ്റും തന്നെയായിരുന്നു പഠിക്കാനുള്ളത്. പക്ഷേ ഈ പ്രാവശ്യത്തിലേക്ക് വരുമ്പം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് വെതർ ആൻഡ് ക്ലൈമറ്റ് പഠിക്കാനുള്ളത്. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ പറ്റിയൊക്കെയാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ വർഷം പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരുപാട് ഡെപ്ത്, ഇവിടെ ഒരുപാട് ഇക്വേഷൻ, ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന്, അങ്ങനെ ആർദ്രത, കൺസോൾട്ടേഷൻ, അങ്ങനെ കുറേ ടേംസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ലാൻഡ് ഓഫ് പെർഫോമൻസ്, അത്രയും ഭാഗം എന്ന് പറയുന്നത് അതൊക്കെ വേൾഡ് ജോഗ്രഫിയാണ്. പിന്നെ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭാഗം തന്നെയാണ്. പിന്നെ മണി ആൻഡ് എക്കണോമി, ഇതൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും കുട്ടികളുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ 2 ചാപ്റ്റേഴ്സ് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്ലൈമറ്റ്, വെതർ, വിൻഡ് ഇതിനെ പറ്റിയാണ് എങ്കിൽ മാപ്പിനെ പറ്റി 2 ചാപ്റ്റേഴ്സും, പിന്നെ എക്കണോമിക്സ് കുറച്ച് ചാപ്റ്റേഴ്സ്, പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്റേഴ്സും ആയിരുന്നു. ഈ ഇന്ത്യൻ ജോഗ്രഫിയിൽ അവർ ഒരു ചാപ്റ്ററായിട്ട് പഠിച്ചതാണ്. കഴിഞ്ഞ 10ാം ക്ലാസ് വരെ ഒരു ചാപ്റ്ററായിട്ട് പഠിച്ചതാണ്. ഇവർ 9ാം ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് 8 ചാപ്റ്ററായിട്ട് പഠിച്ചു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇനി പാർട്ട് 2 വേൾഡ് ജോഗ്രഫിയുടെ മറ്റു ഭാഗങ്ങളായിരിക്കാം, ശൈത്യമേഖല മറ്റു കാര്യങ്ങളും ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ജോഗ്രഫിയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയെ പോലെയല്ല, കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് കുട്ടികൾ അറിഞ്ഞ് മനസ്സിലാക്കി. മെഡിറ്ററേനിയൻ സീ എന്നൊക്കെ പറയുമ്പം അവിടുന്ന് ഉഷ്ണജലപ്രവാഹം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ട്. നമ്മൾ പറയാം ഭൂമധ്യരേഖയൊക്കെ മുറിച്ച് കിടക്കുന്നു. എങ്ങനെ മുറിച്ച് കിടക്കും സാറേ, കേക്കാണോ മുറിച്ച് പോകാനൊക്കെ പിള്ളേർ ചോദിക്കും. അപ്പൊ അവിടെയൊക്കെ വളരെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമേ അവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, അത് കുട്ടികൾ, അത് ഓൺലൈൻ ബാച്ച് നമുക്കുണ്ട്. പിന്നെ ഫ്രീ ക്ലാസ്സസ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ, ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഈ ക്ലാസ് ലഭ്യമായിരിക്കും. ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഞങ്ങൾ പറയത്തില്ല. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ക്ലാസ്സിൽ കണ്ട് കൊള്ളാം, ഇവരുടെ ക്ലാസ്സൊക്കെ കണ്ട ഞങ്ങൾക്കുള്ളത് കിട്ടുന്നുണ്ട്, ഇതുണ്ടെങ്കിലും മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ. ഇനി എടാ മക്കളെ ഞങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പം എടാ മോനെ നിന്റെ പേരെടുത്ത് വിളിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കൊറോണയിൽ എടാ ടീനു, എടാ ടോണി, എടാ ധനുഷെ എന്നൊക്കെ വിളിച്ച് ക്ലാസ് വേണമെങ്കിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളോട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് വേണമെങ്കിൽ, അതെ, നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോഴേ പറയാം, 10, 15, 20 പേരടങ്ങുന്ന ക്ലാസ്സിലേക്ക് ഞങ്ങൾ വിളിക്കില്ല. ഒരു ടീച്ചറിന് അസൈൻ ചെയ്ത് കൊടുക്കുക 5 or 6 കുട്ടികളുടെ ഗ്രൂപ്പായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ആ ടീച്ചറിന് 5 കുട്ടികളെയും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും. 10 കുട്ടികളായി കഴിഞ്ഞാൽ പലയിടത്തായിരിക്കും കോൺസെൻട്രേഷൻ. ഇത് നിങ്ങൾ 5 പേരെ വീഡിയോ ഓണാക്കി വെച്ച് ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ ഇമ്പോർട്ടൻ്റ് കൂടെ ആയിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ ക്ലാസ് നടത്തുക. അതേപോലെ എക്സാംസ് കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ റിസൾട്ടുകൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യും, അതേപോലെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ കോഡോൺ മാവേലിക്കൽ നമ്മുടെ ഓഫ്ലൈൻ സെന്ററിൽ എങ്ങനെയാണോ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുക, അവന്റെ എക്സാം എങ്ങനെ നടത്തും, അവന് നോട്ട് എങ്ങനെ കൊടുക്കുന്നു, അവിടെ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും വിർച്വലി നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരു രീതിയിലും പേടിക്കണ്ട. നിങ്ങൾ മറ്റു പലതും കണ്ട് മടുത്തെങ്കിൽ, പുതുമ നിങ്ങൾ തേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായും നിങ്ങളുടെ ഭാവിക്ക് നല്ലൊരു വഴിത്തിരിവായിരിക്കും ഞങ്ങൾ ഈ കോഡോൺ. ഇനി വേറെ ഏതെങ്കിലും സബ്ജക്ട് നമ്മൾ പോയാലോ? നമുക്ക് നോക്കാം. അടുത്ത ഹിന്ദി സബ്ജക്ട് കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത് നമുക്കത് കെമിസ്ട്രി ഒന്ന് നോക്കാം. കെമിസ്ട്രിയിലോട്ടോ? ഓക്കെ, കെമിസ്ട്രി മലയാളം മീഡിയം. ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത, നമ്മൾ മുൻകാലങ്ങളിൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഡയറക്റ്റ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ വിന്യാസം, പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞ ഭാഗമായിരുന്നു. ഇപ്പം ഇവിടെ ഏറ്റവും വലിയൊരു കണ്ടിന്യൂഷൻ കുട്ടികൾ കൊടുത്തിട്ട്, കഴിഞ്ഞ വർഷം ഇവർ പഠിച്ചത് ഓർഗാനിക്കിലാണ്. ഓർഗാനിക്കിൽ നിന്ന് അതുപോലെ അവരുടെ നെയിമിംഗ് ഒക്കെ അവർ പഠിച്ച ശേഷം ഡയറക്റ്റ് വന്നിരിക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി. കഴിഞ്ഞ വർഷം അവസാനത്തെ ചാപ്റ്റർ 10th അവസാനത്തെ 2 ചാപ്റ്ററിലേക്ക് മാറിയിരുന്നെങ്കിൽ ഹൈഡ്രോ കാർബൺസും അതുപോലെ തന്നെ ഓർഗാനിക് ഓർഗാനിക് കെമിസ്ട്രി ലാസ്റ്റ് 2 ചാപ്റ്റർ ആയിരുന്നെങ്കിൽ ഈ വർഷം സ്റ്റാർട്ടിങ് തന്നെ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതുപോലെ ഏറ്റവും കുട്ടികൾ വലിയ ഗുണം എന്താണെന്ന് പറയാം സാറേ,
പുസ്തകം ഉണ്ടാക്കിയ വളരെ കണ്ണിങ് ആയിരുന്നു, വളരെ രീതിയിൽ ഒരു കണ്ടിന്യൂഷൻ. 9ാം ക്ലാസ് വരെ പഠിച്ചെടുത്തിരിക്കുന്നത് ഓർഗാനിക്കാ. നേരെ പഠിച്ചു നിർത്തിയ സാധനം തുടങ്ങുകയാണ്, അടുത്ത് റീസ്റ്റാർട്ട് ചെയ്യണം. ഒരു പുസ്തകത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഒരു അറേഞ്ച്മെന്റിലുള്ള ഒരു വലിയൊരു കുട്ടികൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓർഗാനിക് സംയുക്തം കണ്ട നാമകരണം, ഐസോമറിസം, പിന്നെ അതിന്റെ കെമിക്കൽ റിയാക്ഷന്. ഈ ചാപ്റ്റർ വലിയൊരു പ്രത്യേകത. ഇത് കൃത്യമായി അടിസ്ഥാനമായി പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +1 +2 ഓർഗാനിക് വളരെയധികം എളുപ്പമായിരിക്കും. മെത്ത്, എത്ത്, പ്രൊപ്പ് എന്നുള്ള രീതിയിലുള്ള ബേസ് നിങ്ങൾ ഉറച്ചെങ്കിൽ +1 +2 നിങ്ങൾ ഉറപ്പായിരിക്കും. പിന്നെ പീരിയോഡിക് ടേബിൾ, ഇലക്ട്രോൺ വിന്യാസം, പിന്നെ ഗ്യാസ് ലോസും മോളും. ഇതില് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്ക് വരുമ്പം കോണ്ടന്റ് നമ്പേഴ്സിനെ പറ്റി ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഏതൊക്കെ ടൈപ്പ് കോണ്ടന്റ് നമ്മൾ +2 പഠിക്കാൻ, +1 +2 കാലഘട്ടത്തിലാണ് പഠിക്കാനുള്ളത്. അതൊക്കെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും. എളുപ്പം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി എപ്പോഴും വലയ്ക്കുന്ന ഒരു സബ്ജക്ട്. കാരണം കണ്ടന്റ് വളരെ സിമ്പിൾ ആയിരിക്കും. എങ്കിൽ കൂടി നമ്മുടെ ഒരു അശ്രദ്ധ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം, ഇവെന്തോ ഡി ബ്ലോക്ക് എലമെന്റ്സും F ബ്ലോക്ക് എലമെന്റ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പോലും നമ്മളെ സംബന്ധിച്ച് വലിയ ഇതിലേക്ക് പോകാറുണ്ട്. ഇനി അടുത്ത ബയോളജിയിലേക്ക് വരുമ്പോൾ ബയോളജി അവർ എവല്യൂഷനും പഠിച്ചു കഴിഞ്ഞിട്ടാണ്, എവല്യൂഷനും അതുപോലെ തന്നെ 9ൽ അവർ പഠിച്ചു നിർത്തുന്നത് നെയിമിങ്ങുമാണ്. അത് നേരെ ചെല്ലുന്ന ജെനറ്റിക്സിലോട്ടാണ്. അതും ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത്യാവശ്യം കുട്ടികൾ ഇച്ചിരി ടഫാന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ജെനറ്റിക്സ് നേരെ എവല്യൂഷനിലേക്ക് പോവാ. പിന്നെ എന്താണ് സെൻസേഷനിലേക്ക് പോവാണ്. മുൻകാലങ്ങൾ സെൻസേഷൻ ആയിരുന്നു ആദ്യത്തെ ചാപ്റ്റർ എങ്കിൽ ഇപ്പൊ ജെനറ്റിക്സ് പോലുള്ള വളരെ സയൻസിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതും ജെനറ്റിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് +2 DNA സ്ട്രക്ചർ, RNA സ്ട്രക്ചർ ഒക്കെ പഠിക്കുന്നത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അത് വെച്ച് നോക്കുമ്പം അതൊരു വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള പ്രസന്റേഷനിലാണെങ്കിലും ശരി, എല്ലാത്തിലാണെങ്കിലും വളരെ നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നല്ലൊരു വലിയൊരു പോസിറ്റീവ് അട്രാക്റ്റീവ് ആണ്, വളരെ അട്രാക്റ്റീവ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിന്റെ അട്രാക്റ്റീവിനെ പറ്റി പറയുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാം ഒക്കെ അടുക്കുമ്പോൾ ഈ കോഡോണിന്റെ ഇതേ സൈറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻകാല ചോദ്യ എങ്ങും കിട്ടാനില്ല. ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടാനില്ല, നോട്ട്സ് കിട്ടാനില്ല. ഈ കോഡോണിന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പേപ്പർ കിട്ടും, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സുകൾ കിട്ടും, മൈൻഡ് മാപ്പുകൾ കിട്ടും. അപ്പോൾ 10ാം ക്ലാസ്സിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. A+ വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫുള്ളി നിങ്ങൾക്ക് A+ തരാനുള്ള എല്ലാ പവർ പാക്ക് സാധനങ്ങൾ ഇത് ഓരോ ദിവസം മുതൽ ഇതിൽ ഈ സൈറ്റിലേക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഫിസിക്സ് ആണ്. ഫിസിക്സിനകത്ത് 4 ചാപ്റ്റർ: സൗണ്ട് വേവ്സ്, ലെൻസസ്, ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സൗണ്ട് വേവ്സ് മുൻകാലത്ത് 2016 ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കണ്ടന്റുകൾക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല മക്കളെ. പക്ഷേ ഞാനൊന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെപ്ത് ഉണ്ടല്ലോ, വളരെ നല്ല ഡെപ്താണ്. ഈ ഡെപ്തിൽ നിങ്ങൾ കാര്യങ്ങൾ ഈ ഡെപ്തിലും ഇതേ സീരിയസ്നെസ്സോടുകൂടി കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ +1 +2 സംബന്ധിച്ച് നിങ്ങൾക്കൊരു തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരത്തില്ല. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. ഇവിടെ എടുക്കുന്ന എഫേർട്ടിന്റെ പകുതി എഫേർട്ട് മതി +1 +2 വരുന്നത്. അപ്പം എത്രമാത്രം ഭംഗിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അത്രമാത്രം നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇത് കാണുന്ന കുട്ടികളോട് പറയാണ്, നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം. യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളത് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഏത് സാറിൻ്റെ ക്ലാസ്സാണ്, ഏത് ടീച്ചറിൻ്റെ ക്ലാസ്സാണ്. ആ ക്ലാസ് കഴിയുമ്പോഴത്തേന് അതിൻ്റെ PPTയും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പിൻ ചെയ്തിട്ട് പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റു കാര്യങ്ങളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പൊക്കെ ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. അതിൻ്റെ ലിങ്കും എല്ലാം നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ വരും, ടോട്ടൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വരും. അതിലെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നോട്ടും മറ്റു കാര്യങ്ങളും കിട്ടാവുന്നതാണ്. പിന്നെ നമ്മുടെ ബാച്ച് വൈസ് ക്ലാസ്സിലോ നിങ്ങൾക്ക് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ചില കുട്ടികൾക്ക് ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സാർ അങ്ങനെ ട്യൂഷന് പോയിട്ടുണ്ടോ? ക്ലാസ്സിലെ നമ്മുടെ ക്ലാസ്സിൽ 4-5 കുട്ടി ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കണം. ഏറ്റവും വൈബായിട്ട്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ. നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ ചിലപ്പോൾ വിഷ്ണു സാറിൻ്റെ ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ഒരു 5-6 കൂട്ടുകാരും മാത്രം നിങ്ങളുടെ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ വരാം. പിന്നെ ചിലരുണ്ട് സാർ അവൻ പഠിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന ചിന്താഗതിയുള്ളവർക്കാണ് വണ്ണുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്, ഈ കോഡണിലുണ്ട്. നിങ്ങൾ പഠിച്ചു തന്നാൽ മതി. മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആ മാറ്റത്തോടൊപ്പം ആരും ഉണ്ട്, ഈ കോഡോണുണ്ട്. അപ്പോൾ പ്ലസ് 10ാം ക്ലാസ്സിൽ ഫുൾ A+. അത്രേ ഉള്ളൂ. പുതിയ പുസ്തകം, പുതിയ രീതികൾ, പുതിയ കാര്യങ്ങൾ. ആർക്കൊപ്പം? ഈ കോഡോണൊപ്പം. അപ്പം കേരളത്തിലെ കുട്ടികളെ, നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ രീതി നമുക്ക് ഒന്നിച്ച് പഠിക്കാം.